തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറും. അതിനിടെ സമരം കടുപ്പിച്ച് ഡോക്ടർമാർ മുന്നോട്ട് പോവുകയാണ്. OP ബഹിഷ്കരിക്കുന്നു. ചെയ്യുന്നത് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ്. സമരം ഡോക്ടറെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ്. അന്വേഷണ സംഘം ഇന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും. വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ, സിസേറിയന് പിന്നാലെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് 3 ഡോക്ടർമാരുടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3 ഡോക്ടർമാരാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുകയാണല്ലോ. എന്തൊക്കെ വിവരങ്ങൾ? സ്വപ്ന, ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയുടെ കുഞ്ഞു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഏതായാലും ഈ ഗൈനക്കോളജിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർമാർ പ്രധാനമായും നിലവിൽ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. OP ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധവുമായാണ് ഡോക്ടർമാർ നിലവിൽ ഏതായാലും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഡോക്ടറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. നിലവിൽ ഏതായാലും അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്തു വരുന്ന രോഗികളെ ഉൾപ്പെടെ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഏതായാലും ഡോക്ടർമാർ ഉള്ളത്. ഏതായാലും ഈ നെടുമങ്ങാട് ആശുപത്രി പരിസരത്ത് അല്ലെങ്കിൽ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രോഗികൾ ഇതോടെ കടുത്ത ദുരിതത്തിലാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഏതായാലും മുന്നോട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് ഏതായാലും റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ കൃത്യമായ സമയം നമുക്ക് വ്യക്തമല്ലെങ്കിലും ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യവും നിലവിൽ ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഏതായാലും ഇത്തരത്തിൽ ആ OP ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരുടെ സമരം ശക്തമായ ഒരു സാഹചര്യത്തിൽ അത് രോഗികളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന കാര്യമാണ് ഏതായാലും ഉറപ്പിച്ചിട്ടുള്ളത്. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നിലവിൽ നെടുമങ്ങാട് ആശുപത്രിയിൽ നടക്കുന്നത്. ഒപ്പം ഇന്ന് ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടക്കുന്നു. അതേസമയം PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എത്രത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇന്നിപ്പോൾ 5ാം ദിവസമാണ് ഈ സമരം തുടരുന്നത്. സ്വപ്ന, KGM-CT ആദ്യഘട്ടം മുതൽ ഏകദേശം ഇപ്പോൾ 1 വർഷത്തോളമായി KGM-CT ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിലേക്കും സൂചനാ പണിമുടക്കുകളൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ആരോഗ്യമന്ത്രിയുമായും ധനവകുപ്പുമായും ഒക്കെ ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും, ചർച്ചകൾ നടന്നെങ്കിലും അതിലൊന്നും തന്നെ ഒരു അനുകൂല നിലപാടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഡോക്ടർമാർ വീണ്ടും സമരം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ കടന്നത്. സൂചനാ പണിമുടക്കുകളും അതുപോലെ തന്നെ OP ബഹിഷ്കരണം ഉൾപ്പെടെ നടത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടുണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 16ാം തീയതി മുതൽ OP ബഹിഷ്കരണം ഉൾപ്പെടെ ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്നലെ മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മുടക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ ഡോക്ടർമാർ കടന്നിരുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയായ KGM-CT ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനെ ഏതായാലും സർക്കാർ ഒരു പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതും പ്രകാരം ഡയസ്റ്റോൺ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയും അത്തരത്തിലൊന്നും പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് KGM-CTയെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും സമരം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് KGM-CTയെയും നിലവിൽ ഏതായാലും ഉള്ളത്. ഈ ഡയസ്നോണൊക്കെ പ്രഖ്യാപിച്ചു ഡോക്ടർമാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും. ഈ ഡോക്ടർമാരുടെയൊക്കെ പേര് വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സർക്കാർ. പക്ഷേ ഈ കണക്കുകളൊന്നും വകുപ്പ് മേധാവികൾ ആരൊക്കെ പണിമുടക്കുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഈ വകുപ്പ് മേധാവികൾ നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വപ്ന, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഡയസ്നോൺ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ DMAക്ക് കൃത്യമായൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ആരോഗ്യവകുപ്പ് സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് കൈമാറണം എന്നുള്ളത്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ ആശുപത്രികളിൽ എത്തുന്ന ഡോക്ടർമാർ ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു സൂചന ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ പേര് വിവരങ്ങൾ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരുടെ പേര്
വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ആരോഗ്യവകുപ്പിന് നൽകണമെന്നൊരു ആവശ്യം സർക്കാർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവരുടെ പേര് വിവരങ്ങൾ നൽകണമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഏതായാലും അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ആരോഗ്യ മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം തുടരുമ്പോൾ നിലവിൽ ഏതായാലും ഇത്തരത്തിൽ ഹാജർ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം അതിലൊരു വ്യക്തത വേണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഏതായാലും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. KGM-CT സമരത്തെ നേരിടാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. OP-യിലും തിയേറ്ററിലും വരാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഡോക്ടർമാരുടെ ഹാജരടക്കം വെട്ടാനുള്ള നീക്കമാണ്. DME ആവശ്യപ്പെട്ട പണിമുടക്കുന്ന ഡോക്ടർമാരുടെ കണക്ക് ഇനിയും വകുപ്പ് മേധാവികൾ നൽകിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്.